ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് ഡിഫൻസ് സെക്ടർ. ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് JP മോർഗൻ ഡിഫൻസ് സെക്ടറിലെ 3 സ്റ്റോക്കുകൾക്ക് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഡിഫൻസ് പ്രൊഡക്ഷനും എക്സ്പോർട്ടും വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ മികച്ച റിക്കവറി വരുമെന്നാണ് JP മോർഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ മാർക്കറ്റിൽ വന്ന ഹെവി പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ പല മികച്ച സ്റ്റോക്കുകളും ലോവർ വാല്യൂഷനിൽ ലഭിക്കുന്നു. ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, മസഗോൺ ഡോക്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈയിൽ നിന്നും 14 മുതൽ 20% ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. ഈ സാധ്യത പ്രയോജനപ്പെടുത്തി ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാനാണ് JP മോർഗൻ പറയുന്നത്. JP മോർഗൻ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിന് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും 340 രൂപയുടെ ടാർഗറ്റും നൽകി. ഏകദേശം 15% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് JP മോർഗൻ ഭാരത് ഇലക്ട്രോണിക്സിന് നൽകിയിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 5135 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 20% റിട്ടേൺ തരാൻ ശേഷിയുള്ള സ്റ്റോക്കായിട്ടാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ വിലയിരുത്തുന്നത്. മസഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിന് 4200 രൂപയുടെ ടാർഗറ്റ് നൽകി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, BEL, മസഗോൺ ഡോക്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്നത്തെ ദിവസം ബൈയിങ് മൊമെൻറ്റവും പ്രകടമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല ബ്രോക്കേജ് ഏജൻസികളും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ ശ്രദ്ധിക്കാനും ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് KPIT ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ ദിവസം KPIT 1.7% വർദ്ധിച്ച് 1389 ക്ലോസിംഗ് നൽകി. ഒരു സമയത്ത് 2000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന KPIT ഹെവി കറക്ഷന് ശേഷം കൺസോൾട്ടേഷൻ ഫേസിലാണ്. KPIT ടെക്നോളജി എന്ന സ്റ്റോക്കിനും JP മോർഗൻ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. KPIT ടെക്നോളജിക്ക് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും 1900 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 39% അപ്സൈഡിലുള്ള ടാർഗറ്റ്. 2025 KPIT ടെക്നോളജി എന്ന കമ്പനിയിൽ മികച്ച സെക്ടോറൽ ഗ്രോത്ത് പ്രതീക്ഷിക്കാമെന്നാണ് JP മോർഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ C&, L&T ടെക്നോളജി, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം തുടങ്ങിയ സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കും. അതേസമയം ടാറ്റ എൽഎക്സി, ടാറ്റ ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് അണ്ടർ വെയ്റ്റ് റേറ്റിംഗ് ആണ് JP മോർഗൻ നൽകിയിരിക്കുന്നത്. ഓട്ടോ സെക്ടർ സിക്ലിക്കലാണ്. അതേസമയം ടെക്നോളജി സെക്ടറും ഓട്ടോ സെക്ടറും സമന്വയിക്കുന്നതുകൊണ്ട് അടുത്ത വർഷം മുതൽ ഓട്ടോ സെക്ടറിൽ പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ടറിലെ കമ്പനികളിൽ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കാമെന്നാണ് JP മോർഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന സ്റ്റോക്കിന് 6100 രൂപയുടെ ടാർഗറ്റും L&Tക്ക് 6300 രൂപയുടെ ടാർഗറ്റും C&, ടെക്നോളജീസിന് 2250 രൂപയുടെ ടാർഗറ്റുമാണ് JP മോർഗൻ നൽകിയിരിക്കുന്നത്. C&, എന്ന സ്റ്റോക്ക് 21% റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റിയും L&T ടെക് എന്ന സ്റ്റോക്ക് 15% റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റിയും KPIT ടെക്നോളജിയിൽ നിന്നും ഏകദേശം 35% ഹയർ സൈഡിലുള്ള പോസിബിലിറ്റിയുമാണുള്ളത്. ടാറ്റ എൽഎക്സി എന്ന സ്റ്റോക്കിന് JP മോർഗൻ 6400 രൂപയുടെ ടാർഗറ്റും ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിന് 800 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. KPIT ടെക്നോളജി എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിലാണ്. ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്നും സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1300 ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നു. സ്റ്റോക്ക് 1389 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 1500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 1500 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 1700 എന്ന ലെവലിലേക്കുള്ള അപ്സൈഡ് മൊമെൻറ്റവും സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.